ആരാധകരുടെ തലൈവർ ഇനി അബുദാബിക്കാരൻ. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ അബുദാബി സർക്കാരിന്റെ 10 വർഷത്തെ ഗോൾഡൻ വിസ. അബുദാബിയിലേക്കുള്ള കന്നി യാത്രയിൽ തന്നെ ഗോൾഡൻ വിസയും സ്വന്തമാക്കിയാണ് അദ്ദേഹത്തിന്റെ മടക്കം. അതൊരു വരവായിരുന്നു. സിനിമയിലെ പോലെ തന്നെ ഒരു മാസ് എൻട്രി. നേരെ അബുദാബി സാംസ്കാരിക വകുപ്പിലേക്ക്. ഒരു തടവ് സ്വന്ന അത് 100 തടവ് സ്വന്ന മാതിരി എന്ന തലൈവരുടെ ഡയലോഗ് മാതിരി ആദ്യ വരവിൽ തന്നെ 10 വർഷം ഇനി എത്ര തടവ് വേണമെങ്കിലും UAE വരാവുന്ന ഗോൾഡൻ വിസയാണ് സ്വന്തമാക്കിയത്. സാംസ്കാരിക വകുപ്പ് ചെയർമാൻ മുഹമ്മദ് ഖലീഫ മുബാറക് വിസ കൈമാറി. അബുദാബിയിലേക്കുള്ള ആദ്യ വരവിൽ തന്നെ നേട്ടം സാധ്യമാക്കിയതിന്റെ ക്രെഡിറ്റ് മുഴുവൻ തലൈവർ ലുലു ചെയർമാൻ MA യൂസഫലിക്ക് നൽകി. I am honored to receive the prestigious Golden Visa of UAE from Abu Dhabi government. My heartfelt thanks to Abu Dhabi government and my good friend Lulu Company Chairman Yusuf Ali. Without him, this would not have happened. Thank you very much. I am grateful to you. Thank you very much. Thanks, sir. Thank you. ഗോൾഡൻ വിസയും പാസ്പോർട്ടിൽ പതിച്ച് UAE സഹിഷ്ണുതാകാര്യ മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാനുമായി കൂടിക്കാഴ്ച. ആരാധകരുടെ സ്റ്റൈൽ മന്നൻ അവിടെ നിന്ന് നേരെ അബുദാബി ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. പിന്നീട് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദിലും രജനി എത്തി. പുതിയ ചിത്രമായ വെട്ടിയാന്റെ ഷൂട്ട് പൂർത്തിയാക്കിയാണ് തലൈവർ അബുദാബിയിലെത്തിയത്. മീഡിയ 1 അബുദാബി.